ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് വചന വായനയിലൂടെ എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ്. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ മാസം അതിന് മുന്നേ മാസങ്ങളിലൊക്കെ കിട്ടിയത് അത് ഒരു തുടർച്ചയായിട്ടാണ് എനിക്ക് കൂടി കിട്ടിയത്. വീട് കാര്യങ്ങൾ. അപ്പോൾ വീട് ആധാരം കഴിഞ്ഞ വായനയ്ക്ക് പറഞ്ഞു എനിക്ക് ആധാരം ചെയ്ത് എൻ്റെ കയ്യിൽ കിട്ടണം. അത് കഴിഞ്ഞ മാസത്തെ വായനയിൽ എനിക്ക് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്ക് ഈ പുതിയ വീട്ടിൽ വചനം വായിക്കണമെന്ന്. വചനം വായിച്ച് വെഞ്ചിരിപ്പ് 14-ാം തീയതി ആയിരുന്നു, അന്ന് വൈകിട്ടായിരുന്നു വചന വായന. അന്ന് തന്നെയാണ് എനിക്ക് വചനം വായിക്കാനും ഈ പുതിയ വീട്ടിൽ തന്നെ വചനം വായിക്കാൻ പറ്റി. ഈശോ എനിക്ക് നമ്മൾ ഈശോയോട് പറയുന്ന ഓരോ കാര്യങ്ങളും മറുപടി പറഞ്ഞെങ്കിലും അനുഭവത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതും എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് അങ്ങേ കൂടുതൽ സ്നേഹിക്കണം, ആ സ്നേഹം അനുഭവിച്ചറിയുന്ന വചനങ്ങൾ ഈ ലാസ്റ്റ് ദിവസം എന്നോട് സംസാരിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഈ വെളുപ്പിന് വായിച്ചത് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം മുതൽ